ഇപ്പോൾ മുകുൾ വാസ്നിക്ക് സംസാരിക്കും. അതിനുശേഷം ഈ റിപ്പോർട്ട് സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ച ശേഷം രാഹുൽ ഗാന്ധി മല്ലികാർജുൻ മുകുൾ വാസ്നിക്ക് ഒന്നും സംസാരിക്കുന്നില്ല. അത് മാത്രമല്ല, അദ്ദേഹം ഇത്തവണ ഫയലൊന്നും എടുത്ത് പുറത്തു വെച്ചിട്ടില്ല. ആരുടെയും ക്യാമറയിൽ പെടാതിരിക്കാനാണെന്ന് തോന്നുന്നു. മുകുൾ വാസ്നിക്ക് കടന്നുപോയി, ഒന്നും സംസാരിക്കുന്നില്ല. മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ നിന്ന് മുകുൾ വാസ്നിക്ക് തിരികെ പോയി. ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലഗോപാൽ, കേരളത്തിലേക്ക് അജയ് മാക്കനും മുകുൾ വാസ്നിക്കുമാണ് വന്നത് AICCയുടെ നിരീക്ഷകരായി. ഇവർ നൽകുന്ന റിപ്പോർട്ട് വളരെ പ്രധാനമാണ്. കോൺഗ്രസ് അധ്യക്ഷന്, AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്കാണ് ഇവർ റിപ്പോർട്ട് നൽകേണ്ടത്. ഇപ്പോൾ ആ ഗേറ്റ് കടന്ന് ഉള്ളിലേക്കാണോ പുറത്തേക്കാണോ പോയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ബാലഗോപാൽ വിവരങ്ങൾ നൽകുമ്പോൾ നമുക്കതിൻ്റെ പൂർണ്ണ ചിത്രം കിട്ടും. എന്തായാലും ഇതാണ് മുകുൾ വാസ്നിക്കിൻ്റെ ചിത്രം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഫയലൊന്നും കാണുന്നില്ല. ഫയൽ ഒരുപക്ഷെ ബാഗിൽ അദ്ദേഹം വെച്ചിട്ടുണ്ടാവും. പത്ര ഫോട്ടോഗ്രാഫർമാരുടെയും ചാനൽ ക്യാമറകളുടെയും ഒന്നും ദൃഷ്ടിയിൽ പതിയാതിരിക്കാൻ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ AICC ഒരു തീരുമാനമെടുക്കും. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഇക്കാര്യത്തിലെ നിലപാട് കണക്കിലെടുക്കപ്പെടും. അങ്ങനെ ആര് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം എന്ന തീരുമാനം വരികയാണ്. ഞായറാഴ്ചയോടെ തീരുമാനം എന്നാണ് കെ മുരളീധരൻ ഇന്നലെ പറഞ്ഞത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നും നാളെയും ഇക്കാര്യത്തിൽ ആലോചന നടന്നിട്ട് ഞായറാഴ്ച ഒരു തീരുമാനമുണ്ടായാൽ ചൊവ്വാഴ്ചയെങ്കിലും സത്യപ്രതിജ്ഞ, കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമോ? അതിനുശേഷം വേണം മന്ത്രിസഭയിൽ ആരൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ. ആദ്യം മുഖ്യമന്ത്രിയും ഘടകകക്ഷി മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുകയും പിന്നീട് എല്ലാ മന്ത്രിമാരും എന്നുള്ളതാണോ എന്നറിയില്ല. ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലഗോപാൽ, മുകുൾ വാസ്നിക്കിൻ്റെ റിപ്പോർട്ടിലാണ് കാര്യങ്ങൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലെ ഒരു ആദ്യത്തെ ഷീറ്റ് പുറത്തായതൊക്കെ വലിയ വിവാദമായിരുന്നു. മുകുൾ വാസ്നിക്ക് എന്തെങ്കിലും പറഞ്ഞോ ഇന്ന്? ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ചർച്ച ഇപ്പോൾ മല്ലികാർജുന ഖാർഗെയുടെ വീട്ടിൽ നടക്കുകയാണ്. 10 രാജാജി മാർഗിലെ മല്ലികാർജുന ഖാർഗെയുടെ വീട്ടിൽ ഇപ്പോൾ ഈ കേരളത്തിൽ നിന്നെത്തിയ നിരീക്ഷകർ, അതായത് മുകുൾ വാസ്നിക്ക് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. നേരത്തെ ദീപാദാസ് മുൻഷി അവിടെ എത്തിയിരുന്നു. അജയ് മാക്കൻ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. കേരളത്തിൽ നിന്ന് ലഭിച്ച MLA-മാരുടെ അഭിപ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ വെച്ച് ഈ മല്ലികാർജുന ഖാർഗെ ഇവർ ധരിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു കാര്യമാണ്, ഒരു യോഗമാണ് ഇപ്പോൾ മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ നടക്കുന്നത്. ഈ യോഗത്തിൽ KC വേണുഗോപാൽ എത്തിയിട്ടില്ല. അദ്ദേഹം വരുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കോൺഗ്രസ് അധ്യക്ഷനാണ് നേരത്തെ 2 നിരീക്ഷകരെ കേരളത്തിലേക്ക് അയച്ചിരുന്നത്. അവരുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ മല്ലികാർജുന ഖാർഗെക്ക് കൈമാറാൻ വേണ്ടി പോകുന്നത്. ഇതിനിടയിലാണ് അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റിപ്പോർട്ടിലെ ആദ്യ ഭാഗം, അതായത് മലബാറിലെ 2 ജില്ലകളിലെ ഈ MLA-മാരുടെ പിന്തുണ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്ന അതിൽ തന്നെ ചില വിവാദങ്ങൾ ഇതിനോടകം തന്നെ പുറത്തുണ്ടായിട്ടുണ്ട്. കാരണം K നീലകണ്ഠൻ, നമുക്കറിയാം, ഉദുമയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് പിന്നിൽ ഏറ്റവും അതിശക്തമായി പ്രവർത്തിച്ചിരുന്നത് VD സതീശനായിരുന്നു. ഒരു ഘട്ടത്തിൽ അവിടെ മറ്റു ചില പേരുകൾ വന്നപ്പോഴും VD സതീശൻ്റെ നോമിനിയായാണ് K നീലകണ്ഠൻ ഉദുമയിൽ എത്തിയിരുന്നത്. അതേ നീലകണ്ഠൻ്റെ പേര് പുറത്ത് നീലകണ്ഠൻ തൻ്റെ അഭിപ്രായം അറിയിച്ചുവെങ്കിലും അത് ബ്ലാങ്കായി ഇട്ടിരുന്നത് ഇപ്പോൾ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ്. അദ്ദേഹം തന്നെ, അതായത് K നീലകണ്ഠൻ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ടൊരു ഇമെയിൽ സന്ദേശം അയച്ചതായി പറയപ്പെടുന്നുണ്ട്. അത് നമുക്ക് ഔദ്യോഗികമായി ഈ ഘട്ടത്തിൽ ഡൽഹിയിൽ അത് സംബന്ധിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ഇല്ല. ഏതായാലും ഈ വിവാദങ്ങൾക്കിടയിലാണ് ഇപ്പോൾ മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ ഈ നിർണായകമായ യോഗം ചേരുന്നത്. ഒരുപക്ഷെ ഈ യോഗത്തിന് ശേഷം കേരളത്തിലെ 3 പ്രധാനപ്പെട്ട നേതാക്കളോട് അടിയന്തരമായി ഡൽഹിയിലേക്ക് വരാൻ വേണ്ടിയുള്ള നിർദ്ദേശം പോയേക്കും. അത് VD സതീശൻ, രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ സണ്ണി ജോസഫ് എന്നിവരെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുവാനാണ് സാധ്യത. ഇവരെത്തിയാൽ ഉടൻ തന്നെ രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ച, രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും അവരെ കാണാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും MLA-മാരും ഘടകകക്ഷി നേതാക്കളും അറിയിച്ചിരിക്കുന്ന വിവരം, അവരുടെ ഒരു നിലപാടിൻ്റെ പ്രാരംഭ രൂപം ഇന്ന് മല്ലികാർജുന ഖാർഗെക്ക് ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ സജീവമായി തന്നെ ആരംഭിക്കാനാണ് സാധ്യത.